ഞാനിന്ന് എത്തിയത് ഒരു കൂട്ടം കോമരങ്ങൾ നായ്വെള്ളാട്ടായി മാറുന്ന ഒരു അപൂർവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, ഞാനിന്ന് എത്തിയത് വേങ്ങേരി ശ്രീ കുലവൻകാവിലാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയാലും തന്നെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ജനങ്ങളൊക്കെ തിങ്ങിക്കൂടി നിൽക്കുന്നത് ഈ നായ്വെള്ളാട്ട് കാണാൻ വേണ്ടി മാത്രമാണ്. കാരണം നമ്മൾ ഒരുപാട് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഈ അത്യപൂർവമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ഒരേ ഒരു അമ്പലമാണ് വേങ്ങേരി ശ്രീ കുലവൻകാവ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോമരങ്ങളാണ് കുറച്ച് സമയത്തിനുള്ളിൽ നായ്വെള്ളാട്ടായി മാറുന്നത്. നായ്വെള്ളാട്ടായി മാറിക്കഴിഞ്ഞാൽ അതേ ദേഷ്യവും ഭാവവും രൂപവും ഒക്കെ മാറുന്ന അതേ ഒരു ശൗര്യത്തിലായിരിക്കും നമ്മൾ ഈ കോമരങ്ങളിലൊക്കെ കാണുക. ആ ശൗര്യം അടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ വാഴയുടെ പോളയൊക്കെ വെച്ചിട്ട് വായിൽ വെച്ചുകൊടുക്കും. ആരെങ്കിലും ഒന്ന് കടിക്കണം എന്നുള്ളൊരു ഭാവത്തിൽ മാത്രമായിരിക്കും ഈ നായ്വെള്ളാട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കുക കേട്ടോ. ശരിക്കും നായ് നടക്കുന്ന പോലെ തന്നെയാണ് അമ്പലത്തിന് ചുറ്റും നടക്കുക. അമ്പലത്തിൻ്റെ ഈ മുറ്റത്ത് ആരെങ്കിലും ഒരാളെ പുറത്തുനിന്ന് കണ്ടാലും, പുറത്തുനിന്നല്ല ആരൊരാളെ അടുത്തുനിന്ന് കണ്ടാലും അവരെ കടിച്ച് കയറാനുള്ള ദേഷ്യത്തിലായിരിക്കും ഈ കോമരങ്ങളുടെ ബാക്കിയുള്ള പെരുമാറ്റങ്ങൾ മൊത്തം കേട്ടോ. ഇതിൽ കാണുന്ന എല്ലാം കോമരങ്ങളും നായ്വെള്ളാട്ടായി മാറുന്നില്ല. അതിൽ കുറേ ആൾക്കാരൊക്കെ ഈ നായ്വെള്ളാട്ടായി മാറിയ കോമരങ്ങളെ പിടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. ഒരു 3-4 ആളൊക്കെ പിടിച്ചാൽ മാത്രമാണ് ഒരു നായ്വെള്ളാട്ടിനെ ഒതുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത് കാണുന്ന ആൾക്കാരൊക്കെ ഈ നായ്വെള്ളാട്ട് കടിച്ച് കീറിക്കാളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ വെള്ളാട്ട് കണ്ടവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ കറക്റ്റ് സമയത്ത് നമുക്ക് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ചെയ്യും. ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ ക്ഷേത്രാങ്കണത്തിൽ ഒരാൾ പോലും നിൽക്കരുത് എന്നുള്ളത്. കാരണം ഈ വെള്ളാട്ടിന് ആരെങ്കിലും കടിക്കാമെന്ന് മാത്രമുള്ള ഒരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. കടിച്ചു കഴിഞ്ഞാൽ നല്ല പരിക്ക് പറ്റും. അതുകൊണ്ട് എല്ലാവരും വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും ഈ നായുടെ ശൗര്യം അടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൈമലുള്ള ഈ വാഴപ്പോള കേട്ടോ. അതിങ്ങനെ വായിലിങ്ങനെ വെച്ചെടുക്കുമ്പോൾ കുറേ നേരം വാഴപ്പോള കടിച്ചിട്ടാണ് ഈ നായ്വെള്ളാട്ടിൻ്റെ ശൗര്യം കുറച്ചുകൊണ്ട് വെക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു അമ്പലത്തിൽ നടക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ മെല്ലെ യാത്ര ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.